നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ വിശ്വാസം വർദ്ധിക്കുവാൻ നമ്മൾ ത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ കർത്താവ് ഈ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് ഇന്നലെയല്ല 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ശിഷ്യരോട് പറഞ്ഞു, അവർ സഭയുടെ പ്രതീകമാണ്. അപ്പോസ്തലന്മാർ സഭയുടെ അടിസ്ഥാനമാണ്. അപ്പോസ്തലൻ ആ ശിഷ്യരോട് കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വചനത്തിൽ യേശു പഠിപ്പിച്ചു. യേശു പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. സഭാ ചരിത്രത്തിൽ എന്നും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് ലോകത്തിലും സഭയിലും നമ്മൾ ഇന്ന് കാണുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, വിശ്വാസത്തിന്റെ തകർച്ചയാണ്. അനേകർ വിശ്വാസം വിട്ടുപോകുന്നു. ഓ, എത്ര ശക്ത കർത്താവിന്റെ വചനം! വിശ്വാസം ഉപേക്ഷിക്കുന്നു. വെറും ലോക സുഖങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഭോഗേച്ഛകൾക്ക് വേണ്ടി, ജഡികമായ ഈ ശരീരത്തിന്റെ സുഖത്തിനു വേണ്ടി ഈ ലോകം തരുന്ന നൈമിഷികമായ ചില ഉയർച്ചകൾക്ക് വേണ്ടി വിശ്വാസം ഉപേക്ഷിക്കുന്ന ഒരു തലമുറയിലാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ വിശ്വാസം ഉപേക്ഷിക്കുന്ന, പ്രണയിച്ച പുരുഷനെ കിട്ടാൻ വിശ്വാസം ഉപേക്ഷിക്കുന്ന മക്കള്. സഭ വേണ്ട, വിശ്വാസം വേണ്ട, മാതാപിതാക്കൾ വേണ്ട. എത്ര പെൺകുട്ടികളാ, ക്രൈസ്തവ പെൺകുട്ടികളാണ് ക്രൈസ്തവ വിശ്വാസവും തിരുസഭയും സഭയുടെ കുദാശകളും വിട്ടുപേക്ഷിച്ച് അന്യവിശ്വാസത്തിലേക്ക് പോകുന്നത്. എത്ര കുടുംബങ്ങളാണ് തകർച്ചയിലാകുന്നത്, എത്ര മാതാപിതാക്കളാണ് ചങ്ക് പൊട്ടി വേദനയോടെ ജീവിക്കുന്നത്. എവിടെയും നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? വിശ്വാസരാഹിത്യമാണ്. വിശ്വാസം കുറഞ്ഞു വരുന്നു, വിശ്വാസം ദുർബലമാകുന്നു, വിശ്വാസത്തിൽ ക്ഷയം സംഭവിക്കുന്നു, വിശ്വാസത്തിൽ തകർച്ച സംഭവിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം.